പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ യുവാവ് താമരശ്ശേരി ചുരത്തിലെ 9ാം വളവിന് മുകളിൽ നിന്നും ചാടി. മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി ഷെഫീഖാണ് ചാടിയത്. ഇയാളുടെ കാറിൽ നിന്ന് MDMA കണ്ടെടുത്തു. യുവാവിനെ കണ്ടെത്താൻ സ്ഥലത്ത് ഫയർഫോഴ്സും പോലീസും പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി സൂർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു. സൂർജിത്ത്, ഇയാൾ വയനാട്ടിലേക്ക് വരുന്നതിനിടെ ചുരത്തിൽ നടത്തിയ പരിശോധനയിൽ ലഹരി കണ്ടെത്തിയതിന് പിന്നാലെ എടുത്ത് ചാടുകയായിരുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഇയാളെക്കുറിച്ച് എന്തെങ്കിലും സൂചന? ഇപ്പോഴും ഈ അതിന്റെ താഴേക്ക് വനപ്രദേശം അടക്കമുള്ള മേഖലയുണ്ട്, അവിടേക്ക് തെരച്ചിൽ തുടരുകയാണ്. സുഹൈൽ, ലക്കിടി കവാടത്തിലാണ് പോലീസിന്റെ പരിശോധനയുണ്ടായത്. പ്രത്യേകിച്ച് ഇന്ന് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലകളിലും, അതിർത്തി മേഖലകളിലെല്ലാം തന്നെ പരിശോധന പോലീസ് നടത്തിയിരുന്നു. ലക്കിടി കവാടത്തിന് സമീപം വാഹനങ്ങൾ തടഞ്ഞു തന്നെയായിരുന്നു പോലീസിന്റെ പരിശോധന. ഇതിനിടയിലാണ് ഒരു സ്വിഫ്റ്റ് കാർ എത്തിയത്. KL 71K 3883 നമ്പറിലുള്ള കാറ്. ആ കാർ ഇവിടേക്ക് വരുന്നു. ആ കാർ കടന്നു വരുന്ന വഴിക്ക് കവാടത്തിൽ വെച്ച് പോലീസ് തടയുന്നു. ഇതേ തുടർന്ന് കാർ ഓടിച്ചിരുന്ന ഒരു യുവാവ് നേരെ എടുത്തു വന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ലക്കിടി കവാടത്തിന് തൊട്ട് താഴെയുള്ള കൊക്കയിലേക്ക് എടുത്ത് ചാടുകയാണ് ഉണ്ടായത്. നേരെ താഴേക്ക് ചാടിയ ശേഷം പോലീസ് ഇവിടേക്ക് എത്തി. കൂടുതൽ പോലീസ് സംഘം എത്തി, ഫയർഫോഴ്സ് എത്തി. വളരെ സൂക്ഷ്മമായ രീതിയിലുള്ള പരിശോധന ഈ കാടിനകത്ത് നടത്തിയെന്നുള്ളതാണ്. പക്ഷേ അയാളുടെ പൊടി പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പരിസരത്തുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഇതിന് താഴെ എല്ലാം തന്നെ റോഡുകളാണ്, അതായത് ഈ ചുരം കടന്നു പോകുന്ന ഹെയർപിൻ വളവുകളാണ്. അവിടെ ഏതെങ്കിലും വളവിലെത്തി ഇയാൾ സുഗമമായ രീതിയിൽ രക്ഷപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് പോലീസ്. എന്തായാലും താഴെ ഇത് അതിർത്തിയാണ്. തൊട്ട് താഴെ ഈ കവാടം കടന്നാൽ കോഴിക്കോട് ജില്ലയാണ്. താമരശ്ശേരി പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. പോലീസിന്റെ നേതൃത്വത്തിൽ ആ മേഖലയിലും പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഇതിനിടയിൽ ആ കാർ ഉപേക്ഷിച്ചാണ് ഇയാൾ ചാടിയത്. ആ കാറിൽ പോലീസ് പരിശോധന നടത്തി. ആ പരിശോധന നടത്തിയ ഘട്ടത്തിൽ അതിനകത്ത് നിന്ന് 3 പാക്കറ്റ് MDMA ആണ്. വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കട്ടെ, ഈ കാറ് കൈകാണിച്ച് നിർത്തുന്നു. ഈ നിർത്തിയ സമയത്ത് ഇയാൾ എടുത്ത് ചാടുകയായിരുന്നു. ഇയാൾ ചാടിയതിനു ശേഷം നടത്തിയ പരിശോധനയിലാണോ ലഹരി കണ്ടെത്തിയത്, അതോ ലഹരി കണ്ടെത്തുന്നതിന് പിന്നാലെയാണോ ഇയാൾ ചാടിയത്? അല്ല, ഇയാൾ ചാടിയ ശേഷം അന്വേഷണം നടത്തുകയായിരുന്നു പോലീസ്. വാഹനം അവിടെ തന്നെ ഉണ്ടായിരുന്നു, കവാടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇയാൾ ചാടിയ ശേഷമാണ് പരിശോധന നടത്തിയത്. ഇയാൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തി. ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിച്ചാണ് പോലീസ് തെരച്ചിൽ നടത്തിയത്. പക്ഷേ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾ ഒരുപക്ഷെ രക്ഷപ്പെടാനുള്ള സാധ്യത തന്നെയാണ്. കാരണം ഈ കാട് മൊത്തം അരിച്ചു പെറുക്കുന്ന വിധത്തിൽ പോലീസ് പരിശോധന പൂർത്തിയാക്കിയതാണ്. പക്ഷേ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ താഴേക്ക് എത്തി അവിടെ നിന്നും ഏതെങ്കിലും വാഹനത്തിൽ കയറി പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ തൊട്ട് താഴേക്ക് ഇറങ്ങി ഏതെങ്കിലും വാഹനത്തിന് കൈ കാണിച്ചിട്ട് രക്ഷപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. ഇതിനിടയിലാണ് പോലീസ് ഈ കാറിൽ സംശയം തോന്നി. ആ കാറിൽ സംശയം തോന്നിയ ഘട്ടത്തിലാണ് കാറ് കേന്ദ്രീകരിച്ച് ഒരു പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് ഇപ്പോൾ 3 പാക്കറ്റ് MDMA പിടികൂടിയിരിക്കുന്നത്. നേരത്തെ ഇയാൾ 4 മാസം മുമ്പാണ് ബത്തേരി പോലീസ് രജിസ്റ്റർ ചെയ്ത NDPS കേസിൽ പ്രതിയായിട്ടുള്ളത്. NDPS കേസുമായി ബന്ധപ്പെട്ട ശിക്ഷ അനുഭവിച്ച ആളാണ്. ആ 4 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും സമാനമായ രീതിയിൽ തന്നെ വയനാട്ടിലേക്ക് ലഹരി കടത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. സാധാരണഗതിയിൽ ഈ ബാംഗ്ലൂരിൽ നിന്നും മറ്റും അവിടെ നിന്നും താഴേക്ക് ലഹരി കടത്തുന്നൊരു സ്ഥിതിയാണ് ഉള്ളത്. അങ്ങനത്തെ കേസുകളാണ് പരമാവധി പിടിക്കാറുള്ളത്. പക്ഷേ നേരെ കോഴിക്കോട് ഭാഗത്തു നിന്ന് വയനാട്ടിലേക്ക് ലഹരി കടത്തുന്ന ഒരു കേസ് അത് അത്യപൂർവം മാത്രമാണ് എന്നുള്ളത് പറയേണ്ടി വരും. എന്തായാലും ഈ കേസിൽ 3 പാക്കറ്റ് MDMA ഈ കാറിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രതി ഇവിടേക്ക് ചാടിയിട്ടുണ്ട്. ചാടിയ പ്രതി മുങ്ങിയതാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ താഴെ കോഴിക്കോട് പോലീസ് വലവിരിച്ച് നിൽപ്പുണ്ട് ഈ തിരൂരങ്ങാടി സ്വദേശിയായ ഷെഫീഖിനായി പോലീസൊക്കെ വലവരിച്ച് കാത്തിരിപ്പുണ്ട്. ഷെഫീഖ് ഇത് ആദ്യത്തെ ലഹരിക്കടത്തല്ല, ആദ്യമായി ജയിലിലാകുന്നതല്ല. പക്ഷെ പുതിയ കാര്യം ഈ പറയുന്ന ചുരം ചാട്ടം മാത്രമാണ്. വളവിൽ നിന്നാണ് എടുത്ത് ചാടിയിരിക്കുന്നത്. നേരത്തെ ഗോവിന്ദസ്വാമി ജയിൽ ചാടി, മറ്റൊരു MDMA-കാരൻ ഇപ്പോൾ ചുരത്തിൽ നിന്നും ചാടിയിരിക്കുന്നു. എന്തായാലും ആ ഷെഫീഖിനായുള്ള വല മൊത്തത്തിൽ വിരിച്ചിട്ടുണ്ട്. ഈ പോലീസിനെ കണ്ട ഉടനെ എടുത്ത് ചാടുകയായിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ലഹരി കണ്ടെത്തിയത്. അത് സ്വാഭാവികമായും ലഹരി പിടികൂടുമെന്ന പേടിയിൽ തന്നെ എടുത്ത് ചാടിയതാണ്. എന്തായാലും ആളെ ഉടൻ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം.